ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ സ്റ്റോറിയിൽ ഷെയർ ചെയ്തായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലിട്ടായിരുന്നു, കഴിഞ്ഞൊരു വീഡിയോയിലും കാണിച്ചായിരുന്നു. കേക്ക് ഉണ്ടാക്കിയ വീഡിയോ കുറേ പേര് എൻ്റെ അടുത്ത് പെട്ടെന്ന് റെസിപ്പി ഇതായോ എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്ക്, ചോക്ലേറ്റ് കേക്ക് എങ്ങനെ നമുക്ക് പാല് വേണ്ട, മുട്ട വേണ്ട, പിന്നെന്താ ബട്ടർ വേണ്ട, ഇതൊക്കെയല്ലേ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒരു കേക്കിൻ്റെ. അപ്പോൾ ഇതൊന്നുമില്ലാതെ ബീറ്ററും വേണ്ട. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഓവൻ്റെയും ആവശ്യമില്ല, നിങ്ങൾക്ക് കുക്കറിൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ്. ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു, ഞാൻ ട്രയൽ ചെയ്തതിൻ്റെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് കേക്ക് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പുറത്തെന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നു, അതിൻ്റെ സൗണ്ട്. പുറത്തു നിന്ന് ഇൻട്രോ എടുത്താൽ ഇങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളൊക്കെ വരുമേ. വണ്ടിയുടെ സൗണ്ട്, പണിയുടെ സൗണ്ട്, ആടിൻ്റെ സൗണ്ട്. ഒന്ന് രണ്ട് പേര് കമൻ്റ് ഇട്ടിരുന്നു, ബെൻസി ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, എപ്പോഴും അടുക്കളയിൽ നിന്ന് ഇൻട്രോ പറയില്ലെന്ന്. നല്ല നല്ല സജഷൻസ് എപ്പോഴും ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാറ്റാൻ ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വിചാരിച്ചു ഇന്നെങ്കിൽ മുറ്റത്ത് വെച്ചിട്ട് ഇൻട്രോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായി ആദ്യത്തെ പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. പരുവത്തിന് കട്ട് ചെയ്തെടുത്തതാണേ. അതൊന്ന് ഗ്രീസ് ചെയ്യാം. സാധാ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് സൈഡിലൂടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ചില വീഡിയോയിൽ ഇത് കണ്ടിട്ട് പലർക്കും സംശയമാണ്, ഇത് ചൂട്, ഞാൻ ദോശയൊക്കെ ചൂടാൻ നേരം അപ്ലൈ ചെയ്യാറുണ്ട്, എന്നിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നേരം അത് ചൂടായിട്ട് സാൻഡ്വിച്ച് മേക്കറിൽ ഇത് യൂസ് ചെയ്ത് ഈ ബ്രഷ് വെച്ച് ഓയിൽ ചെയ്തായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ഇത് ഉരുകി പോകില്ലേ, ഇതെന്താണെന്ന്. ഇത് ഉരുകത്തില്ല കേട്ടോ, ഇത് സിലിക്കോൺ ആണ്. ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചതാ. ഇത് ഇപ്പൊ പല സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിളാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ആമസോണിൽ കിട്ടും. അപ്പൊ ഇനി നമുക്ക് മിക്സിംഗ് റെഡിയാക്കാം. ഞാനിതിൽ കുറച്ച് ചെറി, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ചേർക്കുന്നുണ്ട്. അത് ചേർക്കണം നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ദേ ഈ ചെറി എന്ന് പറയുന്നത് നമുക്ക് ബേക്കറികളിൽ മേടിക്കാൻ കിട്ടും. ഇതിപ്പം വലുതാണ്. ഞാൻ ഇതിനെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കാൻ പോവാണേ. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം മൈദ ഒന്ന് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ബാറ്ററിനകത്ത് ഇത് ഇടുമ്പോൾ അത് ഒരിടത്ത് തന്നെ കട്ട പിടിച്ചിരിക്കാതിരിക്കാനും അടിയിലോട്ട് പോകാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരിടത്ത് തന്നെ കൂടി കിടക്കും. അപ്പം ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണം 1/4 കപ്പ് മൈദ. ഇങ്ങനെയുള്ള കപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചായ ഗ്ലാസോ ചായക്കപ്പോ എടുത്തിട്ട് ആ സെയിം കപ്പ് തന്നെ ബാക്കിയുള്ള അളവിനും എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോ അരിക്കണം, അതിനു വേണ്ടിയാണ് ഞാനൊരു വലിയ പാത്രം വെച്ചേക്കുന്നത്. വലിയ വിസ്താരമുള്ള ബാറ്റർ ഉണ്ടാക്കുന്ന വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് ഇങ്ങനെ വെച്ചാലും മതി, അരിച്ചിട്ടാലും മതി, കുഴപ്പമില്ല. ഇതിപ്പോ 1 കപ്പായി. ഇത് പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്. മധുരം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം, 3/4 കപ്പ് വരെ യൂസ് ചെയ്യാം. ഇത് ഇട്ട് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ഞാൻ എക്സ്ട്രാ ചേർക്കത്തേ ഉള്ളൂ കേട്ടോ. 1/4 കപ്പ് കൊക്കോ പൗഡർ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്, മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 നുള്ള് കറുകപ്പട്ട പൊടിച്ചത്. ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കേണ്ട ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മൈദയും കൊക്കോ പൗഡറും പഞ്ചസാരയൊക്കെ ഈ അരിക്കുന്നതും അതിനു വേണ്ടിയാ, കട്ട വല്ലോണ്ട് പോവാനും നന്നായിട്ടൊന്ന് മിക്സ് ആവാനും വേണ്ടി. ഇനി നമുക്ക് വേണം ഓയില്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവറും എടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ, കുറെ കൂടി നല്ലതാ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ അതെടുക്കാം. അപ്പോൾ മെഷർമെന്റ് കപ്പിലെ 1/3 എന്നുള്ള കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/3 ഭാഗം, അതായത് 1/4 കപ്പും 1/4ന്റെ പകുതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരും, എനിക്കറിയാം. അതുകൊണ്ട് ഈ സ്പൂണിന് ഞാൻ അളന്ന് കാണിക്കാം എത്ര ഉണ്ടെന്ന്. 2. ഈ സ്പൂണിന് 15 സ്പൂൺ എണ്ണ, അതായത് 1/3 കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചായക്കപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1/2 കപ്പ് 1/4 കപ്പ് ഇങ്ങനെയൊക്കെ അളന്നെടുക്കാൻ പറ്റും. 1 കപ്പ്. ഈ എണ്ണയുടെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതുകൊണ്ടാണ് കറക്റ്റ് ഞാൻ കാണിച്ചത്. അപ്പൊ ഈ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി മധുരം ഞാൻ ചേർക്കുന്നുണ്ട്.
അത് അരക്കപ്പ് എന്നുള്ളത് ഇത്തിരി കുറവാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണം വിനാഗിരി, സാധാ വിനാഗിരി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പം എൻ്റെ വാനില എസൻസ് തീർന്നു. ഇനി നമുക്ക് വേണം ഇളം ചൂടുവെള്ളം 1 കപ്പ്, അതിൻ്റെ പകുതിയോളം ഒഴിക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങളുടെ ഈ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാമേ. ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ റെഡിയാക്കി എടുക്കണം. അപ്പം ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ബീറ്ററാണോ എന്ന് എനിക്കറിയില്ല. പൊതുവേ അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ട്രയൽ ചെയ്ത് കേക്ക് ഉണ്ടാക്കി നോക്കില്ലേ, അന്നേരം ഈ ബീറ്ററായിരുന്നു യൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഈ ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഇച്ചിരി എളുപ്പത്തിന് എടുത്തു വന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പല കേക്കുകളും ഇട്ടിട്ടുണ്ട്, ഞാൻ ബീറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ സ്പൂണും കൊണ്ട് തന്നെ ഇളക്കിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാം. ഇനി ബീറ്റർ ഇല്ലാന്നും പറഞ്ഞാലും കേക്ക് ഉണ്ടാക്കാതിരിക്കില്ലേ. അപ്പം അതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഇതില്ലേ ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കല്ലേ. അപ്പം ഞാനത് ഫുൾ ഒഴിച്ചിട്ടില്ല. അതെ, ബാക്കി വേറെ ഒരു പാത്രത്തിൽ ഒഴിക്കാനാ. കാരണം ഇത് 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ ഇത് പൊങ്ങി വരുമ്പോഴേ അത് വിണ്ട് കീറാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കൂടുതൽ മാവ് ഒഴിച്ചിട്ട് അത് പൊന്തി വരുമ്പോൾ നന്നായിട്ട് വെടിച്ച് കീറും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഈ കപ്പിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസ്, ടോപ്പ് ആൻഡ് ബോട്ടം ഓപ്ഷൻ, 40 മിനിറ്റ്. ഇത് ഓവനിലല്ലാതെ തീർച്ചയായിട്ടും നമുക്ക് കടായിലോ അല്ലെങ്കിൽ കുക്കറിനകത്തോ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഉള്ള കേക്കുകളെല്ലാം കുക്കറിലാണ് ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റ് കുക്കറായാലും കടായിലായാലും ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ചു വെച്ച് ചൂടാക്കണം. അതിനുശേഷം ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഈ കേക്ക് പാത്രം അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 30 തൊട്ട് 45 മിനിറ്റ് വരെ, ഒരു 30 മിനിറ്റ് കഴിയുന്ന ഉടനെ ഒന്ന് കുത്തി നോക്കണം എത്രത്തോളം വെന്തുവെന്ന്. അതനുസരിച്ച് നമുക്ക് തീ കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. പലരും കുക്കറിലും കടായിലും ഒക്കെ ഉപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മണലൊക്കെ ഇടാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർ ഉപ്പും മണലും ഒക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അതൊന്ന് ചൂടാക്കിയ ശേഷം സ്റ്റാൻഡ് വെച്ചിട്ട് കേക്ക് പാത്രം വെക്കണം. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് കുക്കറിനകത്ത് ചെയ്തിട്ടേ ഉള്ളൂ. കുക്കറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വിസിൽ ഊരിയിട്ട് വേണം ചെയ്യാൻ. വിസിലിട്ടുകൊണ്ട് കേക്ക് ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഇപ്പോൾ സാധാരണ എല്ലാവരും കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഓവൻ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതാ കേക്ക് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ആ കപ്പിനകത്ത് നന്നായിട്ട് പൊന്തി വന്നേ. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതിനകത്ത് തന്നെ വെച്ച് നമുക്ക് കുത്തി നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് പിടിക്കുന്നത് സൂക്ഷിച്ച് വേണം, നല്ല ചൂട് കാണും. മിക്കവാറും ഒന്നുകൂടി വെക്കേണ്ടി വരും. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇച്ചിരി ഉടന്നാവണം. ആയി. എന്നാലും ഒരു 10 മിനിറ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ഈർപ്പമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് ഞാൻ 10 മിനിറ്റാണ് ഇട്ടത്. പക്ഷെ 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇപ്പോഴേ എടുക്കുന്നില്ല, ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഈ ചൂടത്തിരുന്ന് ഒന്നുകൂടി നന്നായിട്ട് സെറ്റ് ആവട്ടെ. നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും വെന്ത് തീ ഓഫ് ചെയ്താൽ ഉടനെ അങ്ങ് എടുക്കണ്ട. ഇച്ചിരി നേരം അതിനകത്ത് തന്നെ വെച്ചേരെ. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഈ കേക്കൊക്കെ കട്ട് ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിലേ ഇത്തിരി ഒരു ഈർപ്പമയം കാണും. ആ സോഫ്റ്റ്നെസ്, ആ ലെയർ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഏറ്റവും നല്ലത് നിങ്ങൾ രാത്രിയിലാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എത്രയും നേരം വെച്ചിട്ട് കട്ട് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്കതിൻ്റെ ടേസ്റ്റും കൂടും. പ്രത്യേകിച്ച് മുട്ടയൊക്കെ ഇടുന്നതാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് കട്ട് ചെയ്യരുത്. ആ മുട്ടച്ചവ മാറത്തില്ല. കുറച്ച് നേരം, കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഞാനിപ്പോൾ ഇത് രാവിലെ ചെയ്തതാ. ഞാൻ ഇപ്പോഴൊന്നും കട്ട് ചെയ്യുന്നില്ല. നന്നായിട്ട് തണുത്തൊന്ന് സെറ്റായ ശേഷം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അതിനകത്തിരുന്ന് തണുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നിതിൽ നിന്നും മാറ്റാം. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞി കേക്കിനെ എടുക്കാം. അപ്പം ഞാൻ ഈ 45 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ഒരു 5 മിനിറ്റ് വെച്ചത് നിങ്ങൾക്ക്
നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്യാം. എന്താ ഒരു സോഫ്റ്റ് ഒന്ന് നോക്കിക്കേ. കണ്ടോ? ഞാൻ 2 ദിവസം വെച്ചിരുന്നു. നീ നാളെ വരാന്നും പറഞ്ഞു പോയേല്ലി. എനക്ക് ഉണ്ടാക്കി തരാം. ഇനി ഉണ്ടാക്കി തരാം. അതിന് എന്തോന്നോ എന്തോ. എങ്ങനെയുണ്ട്? സൂപ്പർ കേക്കാണ്. മധുരം കുറച്ചായിട്ടേക്കുന്ന ഞാൻ. മധുര കുറച്ചൊരിതുണ്ട്, എന്നാലും മറ്റേ ഡ്യൂട്ടി ഫ്രൂട്ടിയുടെ മധുരം കൂടെ ഉണ്ടായത്. കുഴപ്പമില്ല. നല്ല പെർഫെക്റ്റ് കേക്കാണ്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ പേരെന്താ? ചോക്ലേറ്റ് കേക്ക്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഞാൻ തന്നെ ഇട്ട പേരാ. എന്റെ പേര് ചോക്ലേറ്റ് കേക്ക് എന്നാണ്. ചേച്ചി തന്നെ ഇട്ട, ചേച്ചിയുടെ പുതിയ കേക്ക് ചേച്ചി തന്നെ ഇട്ട കേക്കാണ്. ചേച്ചി തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. നിങ്ങൾ എല്ലാവരും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. സൂപ്പർ കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു. ടാറ്റ.